നമസ്കാരം. ഫെബ്രുവരി 28 ഗുരുവായൂർ അമ്പലത്തില് ഉത്സവം കൊടിയേറി, അതായത് മിനിഞ്ഞാന്ന്. അപ്പോ എല്ലാ മാസവും ഞങ്ങള് ഗുരുവായൂർ അമ്പലത്തിൽ പോകും, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി. പിന്നെ ഉത്സവം ആയി കഴിഞ്ഞാൽ ഞങ്ങള് 4 ഫ്രണ്ട്സ് ഉണ്ട്, 40-40 വർഷമായിട്ടുള്ള, അതായത് കോളേജ് മേറ്റ്സ് ആണ് എൻ്റെ. അപ്പൊ അവരുടെ ഒപ്പം ഞങ്ങൾ 4 പേരും കൂടി ഉത്സവത്തിന് പോവാറുണ്ട്. എല്ലാ കൊല്ലമായിട്ട്, ഇപ്പൊ 3-4 കൊല്ലമായിട്ട് അടുപ്പിച്ച് പോവാറുണ്ട്. എന്നും പള്ളിവേട്ടയ്ക്കാണ് പോവാറ്. പള്ളിവേട്ടയ്ക്ക് പോകുമ്പോ ഭയങ്കര തിരക്കായിരിക്കും. പറ വയ്ക്കൂലോ, അന്നാണ് പറ വയ്ക്ക്. അപ്പോ അതുപോലെ കൂട്ടിയെഴുന്നള്ളിപ്പും ഒക്കെ ഉള്ള ദിവസമാണല്ലോ പള്ളിവേട്ട. അപ്പൊ അതാണ് ഇത്തവണ ഞങ്ങൾ വിചാരിച്ചു പള്ളിവേട്ടയ്ക്ക് പോണ്ട, വേറൊരു ദിവസത്തേക്ക് ആക്കാന്ന്. അപ്പൊ ഇന്ന് പോവാന്ന് വിചാരിച്ചപ്പോ ഇന്ന് സൺഡേ എല്ലാവർക്കും ഹോളിഡേ ആയ കാരണം ഇന്ന് തിരക്ക് കൂടുതലായിരിക്കും വിചാരിച്ചിട്ട് അങ്ങനെ നാളത്തേക്ക് ആക്കിയേക്കാം. അപ്പൊ നാളെ എന്തായാലും ഞങ്ങൾ പോകുന്നുണ്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക്. അപ്പൊ ഞാൻ പോണതിന് മുമ്പ് വെറുതെ ഒന്ന്, എനിക്ക് വലിയ അറിവുകളൊന്നും ഇല്ല ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവത്തിനെ പറ്റിയിട്ടും ഒന്നും. എന്നാലും വെറുതെ ഒന്ന് അന്വേഷിച്ചപ്പോ നാളെ ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്, നല്ല ദിവസമാണ്, നേരത്തെ വന്നു കഴിഞ്ഞാൽ എല്ലാ ചടങ്ങുകളും കാണാം എന്നുള്ളത് അറിഞ്ഞു. അപ്പൊ എന്താ അതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു മകം ശ്രാദ്ധം ഉള്ള ദിവസമാണ് എന്ന്. അപ്പൊ മകം ശ്രാദ്ധവും ഗുരുവായൂർ അമ്പലമായിട്ട് എന്താ കണക്ഷൻ എന്നുള്ള എനിക്കൊരു സംശയം തോന്നി. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു മകം ശ്രാദ്ധമുണ്ട്, അതിനൊരു ഐതിഹ്യമുണ്ട്. അപ്പൊ പഴുക്കാ മണ്ഡപത്തില് കൊണ്ട് ഭഗവാനെ എഴുന്നള്ളിച്ചിരുത്തി അവിടെ വെച്ചിട്ടാണ് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുക. അപ്പൊ എനിക്ക് പഴുക്കാ മണ്ഡപത്തിന്റെ ഐതിഹ്യം എന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സംശയം ചോദിക്കുമ്പോ നമുക്ക് അറിവുള്ളവരോട് അതും ചോദിക്കാലോ. അപ്പോ ഇതിൽ കുറെ പേർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷെ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവർക്കും കൂടി അറിയാത്തവർക്ക് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ പഴുക്കാമണ്ഡപം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാല് നാലമ്പലത്തിന്റെ ഉള്ളില് പഴുക്കാമണ്ഡപത്തിൽ ഇരുത്തി ഭഗവാനെ പൂജ ചെയ്യണ ഒരു ചടങ്ങുണ്ട് ഇന്നും. പക്ഷെ അത് കാലത്തായിരിക്കും. പക്ഷെ നമുക്ക് ആ നേരത്ത് നാലമ്പലത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല, തിരക്കൊക്കെയല്ലേ. പിന്നെ ഇന്നും വൈകിട്ട് പഴുക്കാമണ്ഡപത്തില് ഭഗവാനെ എഴുന്നള്ളിച്ചു കൊണ്ടിരുത്തി നമുക്ക് ഭഗവാനെ അടുത്ത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും. ഞങ്ങൾ സാധാരണ തൊഴുത് വരാറുണ്ട്. പഴുക്കാമണ്ഡപത്തിൽ ഭഗവാനെ ഇരുത്തി നമുക്ക് തൊഴുത് നമസ്കരിച്ചിട്ട് വരാം. നല്ല തിരക്കായിരിക്കും, പക്ഷെ എന്ത് തിരക്കായാലും ഭഗവാനെ ഒന്ന് അടുത്ത് തൊഴാൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യല്ലേ. അപ്പോ ഈ പഴുക്കാമണ്ഡപത്തിന്റെ ഐതിഹ്യം ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് പണ്ട് ഒരാളുണ്ടായിരുന്നു, അയാൾക്ക് 2 കണ്ണും കാണില്ലായിരുന്നു. അപ്പൊ ഈ മണ്ഡപത്തിലിരുന്ന് അദ്ദേഹം ഈ ഭഗവാനെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടേയിരുന്നിരുന്നു. എപ്പോഴും വന്ന് അമ്പലത്തില് ഒരു ആശയായിരുന്നു ഭഗവാനെ ഒന്ന് നേരിട്ട് കാണണം. പക്ഷെ എന്താ ചെയ്യാ, കണ്ണില്ല, 2 കണ്ണുകളും ഉണ്ടായിരുന്നില്ല, കാഴ്ച ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ദിവസം ഭഗവാന് മനസ്സലിഞ്ഞ് ഒരു ചെറിയ കുട്ടിയുടെ രൂപത്തില് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് മധുരമുള്ള നല്ല പഴങ്ങള് അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ് ഐതിഹ്യം. അപ്പൊ അതിനുശേഷം ആ മണ്ഡപത്തിന് പഴുക്കാമണ്ഡപം എന്ന് പേര് വന്നു ഇത്രേ. അങ്ങനെ അറിഞ്ഞ്. പിന്നെ എന്താണ് മകം ശ്രാദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഐതിഹ്യം ഇങ്ങനെ എന്നോട് പറഞ്ഞെന്ന്. അതും പണ്ട് കാലത്ത് ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ പാവപ്പെട്ടൊരു മനുഷ്യൻ ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടായിരുന്നു. മക്കളോ ബന്ധുജനങ്ങളോ ആരുമില്ല അദ്ദേഹത്തിന്. അപ്പൊ എന്നും സങ്കടമാണ്. അയ്യോ, ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശ്രാദ്ധകർമ്മങ്ങളും ബലിയിടാനും ഒന്നും ആരുമില്ല. എന്താ വെച്ചാ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ഭഗവാനെ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ആരും ഇല്ലല്ലോ എന്നുള്ള സങ്കടം എന്നും ഭഗവാനെ നോക്കി തൊഴുത് കരഞ്ഞു പറയും. അങ്ങനെ ഒരു ദിവസം ഭഗവാൻ ഇദ്ദേഹത്തിന്റെ മുമ്പില് പ്രത്യക്ഷനായിട്ട് പറയും, അങ്ങ് പേടിക്കണ്ട, അങ്ങടെ മരണശേഷം എല്ലാ കർമ്മങ്ങളും ഞാൻ തന്നെ ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് ഒരു വാക്ക് ഗുരുവായൂരപ്പൻ കൊടുത്തു അത്രേ ഇദ്ദേഹത്തിന്. അങ്ങനെ അതിനുശേഷമാണ് ഇതൊരു ചടങ്ങായിട്ട് കുംഭമാസത്തിലെ, അതായത് ഉത്സവം കുംഭമാസത്തിലാണല്ലോ, കുംഭമാസത്തിലെ മകം നാളിന്റെ അന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവാനെ പഴുക്കാമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച് അവിടെ ഇരുന്ന് ആരാ ഈ കർമ്മം ചെയ്യുക, തന്ത്രികളല്ല ചെയ്യുക. തന്ത്രിയുടെ തൊട്ടടിയിൽ എല്ലാ പൂജാകർമ്മങ്ങളും ചെയ്യുന്ന ഓദിക്കന്മാരെന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക, അവരും നമ്പൂതിരിമാര് തന്നെ ഓദിക്കന്മാരെന്നാ പറയാ. അവര് 4 വീട്ടുകാരുണ്ട് ഓദിക്കന്മാര്. ഇതിന് പ്രത്യേകം എന്താ പറയാ, ഓരോന്നിനും ഓരോ
ഇത് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഇത് ചെയ്യാനുള്ള സ്ഥാനം കൊടുത്തേക്കണ് യോധികന്മാർക്കാണ്. അപ്പൊ അതിലത്തെ ഒരു യോധികൻ ഇരുന്ന് എല്ലാ ശ്രാദ്ധകർമ്മങ്ങളും സാധാരണ നിലയിൽ എന്തൊക്കെയുണ്ടോ മന്ത്രങ്ങളും പൂജകളും എല്ലാം അതേപടി ഇവിടെ പഴക്കാമണ്ഡപത്തില് ചെയ്യും, ശ്രാദ്ധകർമ്മങ്ങൾ. അത് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും. നേരത്തെ ചെല്ലണമെന്ന് മാത്രം, നല്ല തിരക്കുണ്ടാവും, എന്നാലും ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും നാളെ പോയി കഴിഞ്ഞാൽ പറ്റും എന്ന് വിചാരിക്കണം. ഭഗവാന്റെ എന്താ പറയാ, ഒരു മുടക്കം ഇല്ലാണ്ട് നാളെ തൊഴാൻ പറ്റണേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രം. അപ്പൊ ഞാൻ പോണേലും മുമ്പ് എൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാനിത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്തതാണ്. പിന്നെ വൈകിട്ടാവുമ്പോ ഇതുണ്ട്, ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളും. പുറത്ത് പ്രദക്ഷിണം, അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കും. പഞ്ചവാദ്യവും ചെണ്ടമേളവും ഒക്കെ കൂടിയായിട്ട് നല്ല രസമായിരിക്കും. അപ്പോ ഞങ്ങൾ ഇതെല്ലാം കണ്ട് വരണമെന്നാണ് വിചാരിക്കുന്നത്. ഇതുവരെ മുടക്കങ്ങളൊന്നുമില്ല, നാളെയും മുടക്കൊന്നും ഉണ്ടാവാൻ വഴിയില്ല. എന്തായാലും ഭഗവാൻ ഞങ്ങളെ അവിടെ എത്തിക്കും. അപ്പൊ എന്തായാലും ഞാൻ പോയി തൊഴും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. അപ്പോ ശുഭരാത്രി.